ഹലോ, സമയം 11:30 കഴിഞ്ഞിട്ടാവും. നമ്മൾ നാളെയാണ് നമ്മൾ പളനി പോണത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പാക്കിങ്ങില്ല. 2 ദിവസം നമ്മളിപ്പോൾ നാളെ പോയാൽ മറ്റന്നാൾ വരും. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലാണ്. കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തേക്കാണ്ട്. ഞാൻ വിചാരിച്ചിരുന്ന മക്കളെ ഉറക്കിയിട്ട് എടുത്തേക്കാന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ രണ്ടാൾ നല്ല ഉറക്കമാണ്. അപ്പോൾ ഈ സമയത്താണ് എനിക്ക് നല്ല സമാധാനത്തിൽ എടുത്തേക്കാൻ പറ്റുള്ളൂ. നമ്മൾ പളനി പോണത് എന്തിനാണെന്നുള്ളത് നാളെ നമുക്ക് പോണ വഴിയെ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തേക്കാണ്ട് നാളെ പോകാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാണ്ട്. നാളെ നമുക്ക് 11 മണിക്കാണ് ട്രെയിൻ. കുറ്റിപ്പുറത്തുനിന്ന് 11 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ നമ്മളിവിടുന്ന് 10 മണിയാകുമ്പോഴത്തേന് നമ്മൾ ഇറങ്ങും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം. ബായ്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കാം. നമ്മൾ ഇന്നലെ കൂർക്ക നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അലാറം വെച്ചിട്ട് ഒരു 5:30 ആകുമ്പോൾ എണീറ്റിട്ട്. നമുക്ക് ചപ്പാത്തി എന്താ വെച്ചാൽ നമുക്ക് രാവിലെ കഴിക്കാനും വേണം, പിന്നെ നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനും വേണം. അവിടെ പോയിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് നല്ലതാണ്. നമുക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് കുറച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നൈറ്റ് അവിടെ എത്തിയാൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചപ്പാത്തി കൊണ്ടുപോകുന്നത്. ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് കുടിക്കാനുള്ള വെള്ളം കൂടി വെച്ച് നമുക്ക് കൊണ്ടുപോകാനുള്ളത്. പിന്നെ ഞാൻ കുളിക്കാൻ വിചാരിച്ചിട്ട് ആർഷ വന്നിട്ട് പരത്തി തരാമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചുട്ടാൽ മതി. പിന്നെ കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചപ്പാത്തിക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് സാമ്പാറാണ്. വേറെ കറി എന്തെങ്കിലും ഉണ്ടാക്കിയൊക്കെ നാശമാവും. രാത്രി ആകുമ്പോഴത്തേനും നമ്മൾ ഇത്ര നേരത്തെ ഉണ്ടാക്കണതാണല്ലോ, അപ്പോൾ എന്തായാലും നാശമാവും. അങ്ങനെ സാമ്പാറുള്ള കഷ്ണങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ചപ്പാത്തി ചൂടാൻ നിന്നിട്ട് ഹർഷ ഒരു ഭാഗത്ത് നിന്നിട്ടേക്ക് പരത്തി തരുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടി നന്നാക്കി, കാരണം നമുക്ക് മുളക് ചമ്മന്തിയും കൂടി ഉണ്ടാക്കാണ്ട് പൊതിച്ചോറിന്. അപ്പോൾ അതും കൂടി ഞാൻ അവിടെ നിന്ന് നന്നാക്കുന്നുണ്ട്. പൊതിച്ചോറ് കൊണ്ടുപോകുമ്പോണ്ടല്ലോ നമുക്ക് ഈ തേങ്ങ ചമ്മന്തിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിരിക്കട്ടെ നമ്മുടെ ഈ മുളക് ചമ്മന്തി. ഉള്ളി അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയുള്ളി. അപ്പോൾ അതൊക്കെ വേഗം നന്നാക്കാനും പറ്റി. ചുടലും നന്നാക്കലും ഒക്കെ ആയിട്ട് വേഗം കഴിഞ്ഞു. പിന്നെ അപ്പോഴത്തേനും സാമ്പാർ കഷ്ണം വെന്തുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വറവിൽ തന്നെ എന്നിട്ട് ഞാൻ പൊടികളൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കഷ്ണം ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചാൽ നമ്മുടെ സാമ്പാർ റെഡി. പൊടി മൂപ്പിക്കുമ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് മൂപ്പിക്കാൻ. പൊടി ഇട്ട് ഒന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം വേണം തീ കത്തിക്കാൻ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞ് പോയാൽ നമ്മുടെ സാമ്പാർ ആകെ കൊള്ളാവും. അങ്ങനെ സാമ്പാറായിട്ട് ഞാൻ വേഗം ചമ്മന്തി അരയ്ക്കാൻ നോക്കിയിട്ടാണ്. അങ്ങനെ ഞാൻ ചമ്മന്തി അരച്ചു. പിന്നെ കൂർക്കപ്പൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിൽ റെക്കോർഡായിട്ടില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഒക്കെ ഒരു ധൃതിയായിരുന്നു. പിന്നെ എന്താ പൊതിച്ചോറ് ഞാൻ പുതിയുള്ള സാധനങ്ങളൊക്കെ ടേബിളിൻ്റെ മേലെ ഞാൻ കുടുന്നേക്കിനെ കണ്ടിട്ടാണ് തോന്നുന്നു അക്കൂടും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതിച്ചോറുള്ള സാധനങ്ങൾ ഞാൻ ഒന്നും കൂടി കാട്ടിത്തരട്ടെ. നമ്മൾ കൂർക്കപ്പൊരി ഉണ്ടായിരുന്നു, പിന്നെ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സാമ്പാർ, പിന്നെ നമ്മുടെ മുളക് ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ചപ്പാത്തി ഞാൻ വേറെ സെപ്പറേറ്റ് പേപ്പറിൽ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പ്ലേറ്റും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പുളിശ്ശേരി ആക്കി പാത്രത്തിൽ, പിന്നെ സാമ്പാറും ആക്കി. അത് സാമ്പാർ നമ്മൾ പിന്നെ നൈറ്റ് എടുക്കുള്ളൂ. പിന്നെ പൊതിച്ചോറ് പൊതിയാൻ നോക്കട്ടെ. പൊതിച്ചോറ് വലിയ അറിയില്ല എങ്ങനെ പൊതിയാന്നുള്ളത്. എന്നാലും ഒരുവിധം തട്ടിക്കൂട്ടിയിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്.
അങ്ങനെ നമ്മളിത് ഇറങ്ങാൻ കേട്ടോ. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ 10 മണി ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ എടപ്പാളിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് അധികം ദൂരമില്ലാത്തതുകൊണ്ട് അധികം ടെൻഷനില്ല. ട്രെയിനാണെങ്കിൽ നല്ല ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. 11:30 കഴിഞ്ഞു ട്രെയിൻ വരുമ്പോൾ. പിന്നെ ഞങ്ങൾ അതിൽ കയറി, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് ഞങ്ങൾക്ക് ഇരിക്കാനും നല്ലതിനൊക്കെ പറ്റിയിട്ടാണ്. പിന്നെ ഞങ്ങളിരുന്ന് സിനിമ ഒക്കെ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ പടം. വിക്രം പ്രഭുവിൻ്റെ പടമാണ്, ലവ് സ്റ്റോറിയാണ്. അപ്പോൾ പകുതി കണ്ടുള്ളൂ. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് പാലക്കാട് ഞങ്ങളെത്തി. ഈ ട്രെയിനാണെങ്കിൽ പാലക്കാട് വരുള്ളൂ കേട്ടോ. ലാസ്റ്റത്തെ സ്റ്റോപ്പ് പാലക്കാടാണ്. അപ്പോൾ ഞങ്ങൾ സമാധാനമായിട്ട് ഇറങ്ങി. പിന്നെ ബാക്കി പടം അതും കൂടി ഇരുന്ന് കണ്ടുട്ടാ. പിന്നെ ഞങ്ങൾ അവിടെ ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് പോവാനുള്ള ട്രെയിൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. 4 മണിക്കായിരുന്നു ട്രെയിന് പാലക്കാട് നിന്ന് പളനിയിലേക്കുള്ളത്. അപ്പോൾ അത് ഡോറൊക്കെ തുറക്കാൻ 3:30 ആയി. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ആണെങ്കിൽ ഫാൻ ഇട്ടിട്ടില്ല. പുഴുക്കി ഒരു വിധമായി. ഒരു 3:30 ആയപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറി ഇരുന്നുട്ടാ. അപ്പോൾ ആദ്യം അക്കുണ്ടിനും കൂടിയിട്ട് മേലെ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടെണ്ണം കൂടി അവിടെ കയറ്റിയിരുത്തി. പിന്നെ പോണ വഴി നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ചെറുപ്പത്തിലൊക്കെ പോകുമ്പോൾ സൂര്യകാന്തിപ്പാടം, അതുപോലെ ചെണ്ടുമല്ലി അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂടുതലും എല്ലാ സ്ഥലത്തും ഇതുപോലെ കാറ്റാടിയൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ പളനിയിൽ എത്തിയിട്ട് അവിടെ ഞങ്ങൾ ഓട്ടോ വിളിച്ചു. ഓട്ടോ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓട്ടോ ഡ്രൈവർമാർ നമ്മളെ അടുത്തേക്ക് തന്നെ വരും. അങ്ങനെ അവരോട് പറയുകയും ചെയ്തിട്ട് ഞങ്ങൾ അത് അവിടെ എത്തി. അപ്പോൾ ദേവസ്വം ബോർഡ് അവിടെ വെച്ചിട്ട് ഞങ്ങൾ റൂം എടുക്കണം എന്നിട്ടാണ് വിചാരിച്ചത്. പക്ഷേ അവിടെയൊക്കെ റൂംസ് ഫുള്ളായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ ഞങ്ങൾക്ക് റൂം കിട്ടിയത്. റൂമിലെത്തിയിട്ട് ബാഗൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അടിവാരം നടക്കാൻ ഇട്ടാ. പിന്നെ ചെന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേഗം കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം എന്തായാലും നേരത്തെ എണീറ്റ് നമുക്ക് മല കയറാനുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് പിറ്റേ ദിവസം മല കയറുന്ന വീഡിയോസൊക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് പറ്റിയില്ല, കാരണം അവിടേക്ക് ഫോൺ അലൗഡ് അല്ലായിരുന്നു. നമ്മൾ പളനിയിലേക്ക് വന്നത് അമ്പുടിന് മുട്ടടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് 6-6:30 ആകുമ്പോഴത്തേക്കും ഫ്രഷ് ആയിട്ട് ഇറങ്ങി. അത് ഞങ്ങൾ പോയിട്ട് മുട്ട അടിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വീഡിയോസ് എടുക്കാൻ പാടില്ല, നിങ്ങൾ ഫോട്ടോസ് വേണമെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫോട്ടോസ് എടുത്തു. പിന്നെ മല കയറുന്ന വഴിക്ക് അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രഹസനമൊക്കെ കാട്ടിക്കൂട്ടിയതൊക്കെ വെറുതെ ആയിപ്പോയി. എൻ്റെ ബാഗൊക്കെ അവർ പിടിച്ച് നോക്കിയിട്ടാണ് ഫോൺ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മേലെ ചെന്നപ്പോഴും ഒരുപാട് ആൾക്കാരെടുത്ത് ഫോൺ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പോക്കും വരവും ഒക്കെ ഒരു വീഡിയോസിൽ തന്നെ ഞാൻ ഒതുക്കിയിട്ടാം. റിട്ടേൺ വരുമ്പോൾ നമുക്ക് ട്രെയിനില്ല, അപ്പോൾ ഞങ്ങൾ ബസ്സിലായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ അതിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.